ഞാൻ MB ആയി വിലസുന്നത് തടയാൻ ജയരാജൻ പോരാ എന്നും എന്നെ തടയാൻ ജയരാജൻ്റെ സൈന്യം പോരാതെ വരുമെന്നും സി സദാനന്ദൻ മാസ്റ്റർ MP വ്യക്തമാക്കുകയാണ്. രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് MP ആയത്. അസഹിഷ്ണുത പൂണ്ട് കലിതുള്ളേണ്ട കാര്യമില്ല. ഭീഷണിയുടെ വാറോല മടക്കി അലമാരയിൽ വെച്ചാൽ മതിയെന്നും സി സദാനന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കി MB ആയി വിലസാമെന്ന് ആരും കരുതണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ്റെ പരാമർശത്തിന് മറുപടിയായാണ് സദാനന്ദൻ മാസ്റ്റർ ഉത്തരം കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ് എന്നും നേതാക്കൾ ബോംബും വാളും മഴുവും നൽകി പറഞ്ഞയച്ചതിനനുസരിച്ച് കൊടും ക്രൂരത കാണിച്ചതിനുള്ള ശിക്ഷയ്ക്ക് ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം വിമർശിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അടിമത്തം പേറാൻ മനസ്സിലായി എന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ദുരിതം പേറേണ്ടി വന്ന അനേകായിരം അമ്മമാരുടെ കുടുംബങ്ങളുടെ ആശീർവാദം തനിക്കൊപ്പമുണ്ട് എന്നും സദാനന്ദൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാസ്റ്ററിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം. MB ആയി വിലസാൻ തന്നെയാണ് തീരുമാനം. തിലക്കിലായിരുന്നതുകൊണ്ട് സഖാവിൻ്റെ തിട്ടൂരം അറിയാൻ വൈകി. MB ആയി വിലസുന്നത് തടയാൻ താങ്കൾ മതിയാവില്ലല്ലോ സഖാവേ. സഖാവിൻ്റെ സൈന്യവും പോരാതെ വരും. കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ്. നിങ്ങൾ നേതാക്കൾ ബോംബും വാളും മഴുവും നൽകി പറഞ്ഞയച്ചതിനനുസരിച്ച് കൊടും ക്രൂരത കാണിച്ചതിനുള്ള ശിക്ഷയാണ്. ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. ഞാൻ രാജ്യസഭാ അംഗമായത് ആരാധ്യയായ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ്. ലോക നേതാവായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്താലാണ്. പ്രസ്ഥാനത്തിനായി ജീവൻ വെടിഞ്ഞവർ അല്ല, നിങ്ങൾ കൊത്തിക്കീറി സംഹരിച്ചവർ നെഞ്ചേറ്റിയ ആദർശത്തിൻ്റെ സാക്ഷാത്കാരമായാണ്. പ്രസ്ഥാനം പഠിപ്പിച്ചതനുസരിച്ച് ദശാബ്ദങ്ങളായി നടത്തുന്ന സാമൂഹ്യ സേവനത്തിനുള്ള അംഗീകാരമായാണ്. അതിൽ അസഹിഷ്ണുത പൂണ്ട് വെറികൊണ്ട് കലിതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട, ഫലമില്ല. നിങ്ങളുടെ അടിമത്തം പേറാൻ മനസ്സില്ല എന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ദുരിതം പേറേണ്ടി വന്ന അനേകായിരം അമ്മമാരുടെ കുടുംബങ്ങളുടെ ആശീർവാദം എന്നോടൊപ്പമുണ്ട്. നാട്ടിൽ നന്മ പുലർത്തുന്നു കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷങ്ങളുടെ പിന്തുണ എനിക്കുണ്ട്. അതുകൊണ്ട് ആ വാറോല മടക്കി കെട്ടി അങ്ങ് അലമാരയിൽ വെച്ചാൽ മതി. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചിന്തിച്ചതല്ല, പറയരുതെന്ന് തന്നെയാണ് നിശ്ചയിച്ചിരുന്നത്. പറയിപ്പിച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ എന്തു ചെയ്യും? നാടിന് ഗുണമുണ്ടാകുന്ന പണി ധാരാളം വേറെയുണ്ട്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒട്ടനവധി കമൻറ്റുകളാണ് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. ജയരാജനെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് പാർട്ടിക്കകത്ത് പോലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.